കുട്ടിക്കൂട്ടുകാരെ, പീക്കുവിൻ്റെ അമ്മയാണ് കേട്ടോ. ഇന്നത്തെ കഥയുടെ പേരാണ് പീക്കുവിൻ്റെ വിഷുക്കണി. എന്നത്തെയും പോലെ രാവിലെ പീക്കുക്കുട്ടി നല്ല ഉറക്കത്തിലായിരുന്നു. അമ്മ മെല്ലെ പീക്കു ഉറങ്ങുന്ന റൂമിലേക്ക് വന്ന് പതുക്കെ വിളിച്ചു, മോളെ എണീക്ക്, കണ്ണ് തുറക്കല്ലേ. അങ്ങനെ കട്ടിലിൽ നിന്ന് എണീറ്റ് അമ്മയുടെ കൈ പിടിച്ച് പീക്കു മെല്ലെ നടന്നു. എങ്ങോട്ടാ അമ്മ എന്നെ കൊണ്ടുപോണേ? കണ്ണ് തുറക്കല്ലേ, അമ്മ പറയാതെ കണ്ണ് തുറക്കരുത് കേട്ടോ. ഇതാ എത്തി, ഇപ്പൊ കണ്ണ് തുറന്നേ. ഹായ്, എന്താ അമ്മ ഇത്? എന്തൊരു ഭംഗിയാ ഇത് കാണാനായിട്ട്. പൂക്കളും പഴങ്ങളും ചക്കയും മാങ്ങയും മുന്തിരിയും ഉണ്ണിക്കണ്ണനും മയിൽപ്പീലിയും കണ്ണാടിയും എന്തൊക്കെയാ അമ്മേ ഇത്? അമ്മേ, എന്തിനാ ഇതെല്ലാം ഇവിടെ വെച്ചിട്ടുള്ളത്? പീക്കു ചോദിച്ചു. പീക്കുകുട്ടി, ഇന്ന് വിഷുവാണ്. ഇന്നത്തെ ദിവസം നമ്മൾ കണ്ണ് തുറക്കുമ്പോൾ കാണുന്നതെല്ലാം നമ്മൾക്ക് നിറയെ സന്തോഷം തരും, ഈ വർഷം മുഴുവൻ സന്തോഷായിട്ടിരിക്കാൻ. അതുകൊണ്ട് പീക്കുകുട്ടി നന്നായി പ്രാർത്ഥിച്ചോളൂ, ഈ ലോകത്ത് എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന്. പീക്കു കൈകൂപ്പി കണ്ണടച്ച് പ്രാർത്ഥിച്ചു, ഈ ലോകത്ത് എല്ലാവർക്കും സന്തോഷം വരട്ടെ, എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന്. അമ്മ മെല്ലെ അതിൽ നിന്നൊരു നാണയത്തൊട്ടെടുത്ത് പീക്കുവിന് കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, മോളെ, ഇതാണ് വിഷുക്കൈനീട്ടം, ഇത് നിനക്കുള്ളതാണ്. പീക്കുവിന് ഒരുപാട് സന്തോഷായി. പീക്കു ഒരുപാട് സന്തോഷത്തോടെ അമ്മയെ കെട്ടിപ്പിടിച്ചു. ഹാപ്പി വിഷു അമ്മ. പീക്കുവിൻ്റെയും പീക്കുവിൻ്റെ അമ്മയുടെയും അച്ഛൻ്റെയും അച്ഛമ്മയുടെയും എല്ലാവരുടെയും വിഷു ആശംസകൾ. എല്ലാ കൂട്ടുകാർക്കും ഹാപ്പി വിഷു. മലർമാതിൻ കാന്തൻ വസുദേവാത്മജൻ പുലർക്കാലേ പാടിക്കുഴലൂതി, ചിലുചീലേ എന്നും ചിലമ്പും കാഞ്ചന ചിലമ്പിട്ടോടിവ കണി കാണാൻ.